സഹോദരങ്ങളെ, മരണവാർത്ത കേട്ട ഉടനെ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണ്? അത് നമ്മൾ മരിക്കുന്ന സ്ഥലത്ത് നമ്മൾ ഉണ്ടായാലും ശരി, അല്ലെങ്കിൽ വല്ല മെസ്സേജിലൂടെയോ ഫോൺ കോളിലൂടെയോ മരണം സംഭവിച്ചതായിട്ട് നമ്മൾ അറിയുകയും അറിഞ്ഞാലും ശരി, നമ്മൾ പറയേണ്ടത് അൽ ഇസ്തിർജാ അഥവാ ഇന്നാ ലില്ലാഹ് വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന വാക്കാണ് നമ്മൾ പറയേണ്ടത്. ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ സൂറത്തുൽ ബഖറയിലെ 155 മുതൽ 157 വരെയുള്ള ആയത്തിൽ ഇത് പറയുന്നുണ്ട്. വബശ്ശിരി സാബിരീൻ, ക്ഷമാശീലർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല സന്തോഷ വാർത്ത അറിയിക്കുന്നുണ്ട്. അല്ലദീന ഇദാ അസാബത്ഹും മുസീബ, അവർക്ക് വല്ല മുസീബത്ത് ബാധിച്ചാൽ, മരണം തന്നെ സംഭവിക്കണം എന്നില്ല, മരണത്തിന് താഴെയുള്ള പല മുസീബത്തുകൾ സംഭവിക്കാറുണ്ട്, അപകടങ്ങൾ സംഭവിക്കാറുണ്ട്, പല ബുദ്ധിമുട്ടുകൾ സംഭവിക്കാറുണ്ട്. അപ്പോഴൊക്കെയും അങ്ങനെ മുസീബത്തുകൾ സംഭവിച്ചാൽ ഖാലു ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ, അവർ പറയും ഇന്നാ ലില്ലാഹ്, നമ്മൾ അല്ലാഹുവിൽ നിന്ന് വന്നവരാ, വ ഇന്നാ ഇലൈഹി റാജിഊൻ, നമ്മൾ ഇവിടെ എന്നെന്നും ജീവിക്കാനുള്ളവരല്ല, നമ്മളും അല്ലാഹുവിലേക്ക് മടങ്ങേണ്ടവരാണ് എന്നവർ പറയുന്നതായിരിക്കും. ഉലൈക അലൈഹിം സ്വലവാത്തു മിർ റബ്ബിഹിം വറഹ്മ വ ഉലൈക ഹുമുൽ മുഹ്തദൂൻ, അവർക്കാണ് അല്ലാഹുവിങ്കിൽ നിന്നുള്ള കാരുണ്യമുള്ളത്, അവർക്കാണ് സന്മാർഗമുള്ളത്, സന്മാർഗം അത് ലഭിക്കുന്നത് അവർക്കായിരിക്കും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ പറയാൻ മറക്കാതെ പഠിച്ചിരിക്കേണ്ട കാര്യമാണ് ഇന്നാ ലില്ലാഹ് വ ഇന്നാ ഇലൈഹി റാജിഊൻ. അത് മരണം മാത്രം സംഭവിച്ചാലല്ല, എന്ത് അപകടം, എന്ത് മുസീബത്ത് നമുക്ക് സംഭവിച്ചാലും നമുക്കിത് പറയാം, ഇന്നാ ലില്ലാഹ് വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്നുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് ചെറിയൊരു കഥ, സംഭവിച്ചൊരു കാര്യം. മഹദിയായ ഉമ്മു സലമ റളിയല്ലാഹു അൻഹ, അവർ അബൂ സലമയുടെ ഭാര്യയായിരുന്നു. അവരാണ് ഈ ഹദീസ് റിവായത്ത് ചെയ്യുന്നത്. അവർ പറയുന്നുണ്ട്, സമിഅ്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. മാ മിൻ അബ്ദിൻ തുസീബുഹു മുസീബ, ഏതൊരടിമക്ക് ഒരു മുസീബത്ത് സംഭവിക്കുന്നു, ഫയഖൂൽ, അവൻ പറയുന്നു ഇന്നാ ലില്ലാഹ് വ ഇന്നാ ഇലൈഹി റാജിഊൻ, ഈ പ്രാർത്ഥന അവൻ പറയുന്നു ഇന്നാ ലില്ലാഹ് വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഒപ്പം പറയേണ്ടതായ ചില കാര്യങ്ങൾ കൂടിയുണ്ട്. സഹോദരങ്ങൾ, ഇത് നമ്മൾ പഠിക്കണം. ഇതിന്റെ റിസൾട്ട് മനസ്സിലാക്കിയാൽ ഇത് പഠിക്കേണ്ടതിന്റെ പ്രാധാന്യം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുത്ത ബാക്കി കാര്യങ്ങൾ ഇതാണ്. അല്ലാഹുമ്മ ജുർനി ഫീ മുസീബതി വ അഖ്ലിഫ് ലി ഖൈറൻ മിൻഹാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, നമ്മൾ കേട്ടാൽ പറയേണ്ടത് ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ, അത് ഏറ്റവും കുറഞ്ഞതാണ്. അതോടൊപ്പം തന്നെ നമ്മൾ പറയണം അല്ലാഹുമ്മ ജുർനി ഫീ മുസീബതി, അല്ലാഹുവേ എനിക്ക് സംഭവിച്ച ഈ മുസീബത്ത്, അതിൽ നീ എനിക്ക് പ്രതിഫലം നൽകണം, ഞാനത് ക്ഷമിക്കുകയാണ്, നീ എനിക്ക് പ്രതിഫലം നൽകണം റബ്ബേ. വാഖ്ലിഫ് ലി ഖൈറൻ മിൻഹാ, എനിക്ക് ഈ മുസീബത്ത് സംഭവിച്ചു, ഇങ്ങനെയുള്ള നഷ്ടങ്ങൾ സംഭവിച്ചു, അല്ലാഹുവേ അതിനേക്കാളും നല്ലത് പകരണം നൽകണമേ. അത് ചിലപ്പോൾ ബിസിനസ്സിലൊരു ലോസ് ആകാം, ചിലപ്പോൾ വേണ്ടപ്പെട്ടവരുടെ മരണമാകാം, അപകടങ്ങളായി നമ്മുടെ കാറ് അല്ലെങ്കിൽ നമ്മുടെ സ്കൂട്ടർ ഒക്കെ നഷ്ടപ്പെട്ടു പോയി, പ്രയാസത്തിലാണ്, നമ്മളിത് പറയണം ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ, അല്ലാഹുമ്മ ജുർനി ഫീ മുസീബതി വഖ്ലിഫ് ലി ഖൈറൻ മിൻഹാ, അല്ലാഹു ഇതിനേക്കാൾ പകരം നീ നൽകണമേ എന്ന് യഖീനോടുകൂടി പറയണം, ഉറച്ച ബോധ്യത്തോടുകൂടി അള്ളാഹു തരുമെന്നുള്ള രീതിയിൽ പറയണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അങ്ങനെ ചെയ്താൽ ഇല്ല അജറഹുല്ലാഹു ഫീ മുസീബത്തി, അങ്ങനെ പറഞ്ഞാൽ അള്ളാഹു അവന് ആ മുസീബത്തിന് പ്രതിഫലം നൽകുന്നതാണ്. വ അഖ്ലഫ ലഹു ഖൈറൻ മിൻഹാ, അതിനേക്കാളും ഖൈറായത് അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകുന്നതാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം. എന്നിട്ട് ഇവർ പറയുന്നുണ്ട്, ഞാൻ ഇത് കേട്ടിട്ടുള്ളതാണ്, ഈ ഹദീസ് ഞാൻ കേട്ടിട്ടുള്ളതാണ്. അങ്ങനെ അവരുടെ ഭർത്താവായ അബൂ സലമ റളിയല്ലാഹു അൻഹു, അദ്ദേഹം മരണപ്പെട്ടപ്പോൾ അവരിത് പറഞ്ഞു. പക്ഷെ അവർ പറയാണ്, ഫലമ്മ മാത അബൂ സലമ മരിച്ചപ്പോൾ ഞാനിങ്ങനെ മനസ്സിൽ ഒരു ആത്മകഥ നടത്തി, അയ്യുൽ മുസ്ലിമീന ഖൈറും മിൻ അബീ സലമ, ഇതിനേക്കാൾ പകരം നൽകണമെന്നല്ല ഞാൻ ദുആ ചെയ്യുന്നത്, അബൂ സലമയെക്കാളും ഖൈറായ ഏത് മനുഷ്യനാണുള്ളത്? എന്നിട്ട് അവർ പറഞ്ഞു, അവ്വലു ബൈത്തിൻ ഹാജറ ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ആദ്യമായി റസൂലുള്ളാഹിന്റെ അടുക്കലേക്ക് ഒരു വീട് മുഴുവനായി ഹിജറ ചെയ്ത കുടുംബമാണത്. അങ്ങനെ അള്ളാഹുവിന്റെ അടുക്കൽ വലിയ സ്ഥാനമുള്ള നല്ലൊരു മനുഷ്യനാണല്ലോ അദ്ദേഹം. എന്നിട്ട് അവർ പറയണം, പക്ഷേ സുമ്മ ഇന്നി ഖുൽതുഹ, പക്ഷെ എന്നാൽ ഞാനത് പറഞ്ഞു, ഫഅഖ്ലിഫ് ലി ഖൈറൻ മിൻഹാ, അള്ളാഹു അതിനേക്കാളും പകരം നൽകണമേ എന്ന് പറഞ്ഞു. എന്നിട്ട് അവർ പറയാണ്, ഫഅഖ്ലഫ അല്ലാഹു ലി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, പക്ഷെ അള്ളാഹു തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ എനിക്ക് പകരം നൽകിയെന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നീട് ഇവരെ വിവാഹം ചെയ്തു. അവരൊരിക്കലും അത് പ്രതീക്ഷിച്ചിരുന്നില്ല. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മു സലമ റളിയല്ലാഹു അൻഹയെ വിവാഹം ചെയ്യുമെന്ന് അവർ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. പക്ഷെ അവർ ദുആ ചെയ്തു, അവർ മനസ്സിൽ ചിന്തിച്ചു, ഇതിനേക്കാളും എന്ത് ഖൈറാ കിട്ടുന്നത്. നമ്മൾ ചിലപ്പോൾ അങ്ങനെ ചിന്തിക്കും. നമ്മൾ ഏറ്റവും വേണ്ടപ്പെട്ട ഒരാൾ, ഏറ്റവും വേണ്ടപ്പെട്ട ഒരു കാര്യം അത് നഷ്ടപ്പെടുമ്പോൾ നമ്മൾ ചിന്തിക്കും, ഇതോടുകൂടി പോയി, ഇനിയിപ്പോൾ ഇനെന്താണ് ഇനി ഭാവി, ഇനെന്താണ് എനിക്ക് കിട്ടുക. നമ്മൾ ഉറച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല ദുആ ചെയ്യുക.
കാരണം അള്ളാഹു ദുആക്ക് ഉത്തരം ചെയ്യാൻ ചിലപ്പോൾ ദുനിയാവിലാണ്, അതല്ലെങ്കിൽ ആഖിറത്തിലേക്ക് മാറ്റിവെക്കും. പരലോകത്തേക്ക് റബ്ബ് സുബ്ഹാനഹു വ തആല മാറ്റിവെക്കും. അതിനേക്കാളും ഖൈർ, ഈ മുസീബത്ത് ലഭിക്കുന്നതിനേക്കാൾ നിനക്ക് വലിയൊരു ഖൈർ അള്ളാഹു സുബ്ഹാനഹു വ തആല പരലോകത്തെങ്കിലും നിനക്കത് നൽകും. അതുകൊണ്ട് ആ ഉറച്ച ബോധ്യത്തിൽ നമ്മൾ ആദ്യം പഠിക്കേണ്ട ദുആയാണ് ഈ ദുആ, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ അല്ലാഹുമ്മ അജ്ർനി ഫീ മുസീബതി വ അഖ്ലിഫ് ലി ഖൈറൻ മിൻഹാ എന്ന ദുആ സഹോദരങ്ങളെ നമ്മൾ എന്ത് ചെയ്യുക, ആദ്യം തന്നെ അത് പറയുക എന്നുള്ളതാണ്. അതിൽ വലിയ ഖൈർ ഉണ്ടാകും.